ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കൂരിയാട് എന്ന് പറയുന്ന പ്ലേസിൽ, അതായത് ദേശീയപാത ഇടിഞ്ഞു വീണതാണ്. റോഡിലോട്ട് ദേശീയപാത, മേലത്തെ റോഡ് ഇടിഞ്ഞു വീണിട്ടുണ്ടായ സംഭവമാണ്. റോഡിനുണ്ടായ വിള്ളൽ കണ്ടോ? ഇത് വൈകിട്ടുണ്ടായ സംഭവമാണ്. ഒരു 4 മണിക്ക് ശേഷമാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത് തന്നെ. റോഡിലേക്ക് 3 കാറുകൾ വരികെ ഈ റോഡ് ഇടിഞ്ഞു വീഴുകയായിരുന്നു. അതിൽ ഒരു കാറ് പുറത്തെടുത്തിട്ടുണ്ട്, 2 കാർ ഇതിനുള്ളിൽ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആളപായം ഒന്നുമില്ല. ഇത് ശരിക്കും തെറ്റുകാരാരാണെന്ന് പറയാൻ പറ്റൂല. ജനാധിപത്യമാണോ അതോ ഹൈവേക്കാരാണോ അതോ നമ്മുടെ അധികാരികളാണോ? എന്തായാലും നാട്ടുകാരൊക്കെ വൻ സമരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വൻ പ്രതിഷേധത്തിലേക്കും വൻ സമരത്തിലേക്കും ഉയർന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജനങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഇവര് മുന്നോട്ട് നയിക്കണം? നമ്മൾ അവിടെ നിൽക്കാതെ തന്നെ ചിലപ്പോൾ റോഡ് താഴേക്ക് പോകും എന്നൊരവസ്ഥ തന്നെയാണ്. ആളുകൾ ഇങ്ങനെ കാണാൻ വരുന്നുണ്ടെങ്കിലും അവർ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ ജനങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇത് താഴേക്ക് പോകുമെന്നൊക്കെ. ഇത് റോഡിന്റെ അവസ്ഥയാണിത്. ഇത് മേലെയുള്ള റോഡാണ്. അതിലെ വിള്ളലുകളാണ്. താഴത്തെ റോഡ് കാണാൻ പറ്റുന്ന രീതിയിലാണ് വിള്ളലുകൾ വന്നേക്കുന്നത്. ഇത് ശരിക്കും തെറ്റുകാരാണ്. ആരാണ് ഗൈസ്? തെറ്റ് ചൂണ്ടിക്കാട്ടി നമ്മൾ ജനങ്ങളാണ് മുന്നോട്ട് വരേണ്ടത്. അത് നമ്മുടെ നാട്ടുകാർ ചെയ്യുന്നുമുണ്ട്. നമ്മൾ അവർക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അടർന്നു പോയെന്ന് വേണമെങ്കിൽ പറയാം. കണ്ട വിള്ളലൊക്കെ വന്നേക്കുന്നുണ്ടോ? അതെ, മുക്കാലല്ല, മുക്കാല് മേളിൽ പോയിട്ടുണ്ടാവും വിള്ളല്. ഇതിങ്ങനെ നേരെ ഇതേമാതിരി ഇങ്ങനെ മണ്ണിട്ട് ലെവൽ ചെയ്ത സാധനമാണ്. ഇരുത്തി കഴിഞ്ഞപ്പോൾ ഈ ചരിഞ്ഞ് കിടക്കുന്നുണ്ടോ? ഇത് ശരിക്കും പറഞ്ഞാൽ ഇടിഞ്ഞു വീണതാ. ഇത്രയും ചരിവ് ഇതിന്റെ അവസ്ഥ കണ്ട് നാട്ടുകാരൊക്കെ വൻ ഭീതിയിലേക്ക് ഉയരുകയാണ്. ഞങ്ങളെല്ലാം ഒത്തൊരുമയോടെ ചോദിച്ചൊരു ചോദ്യമാണ്, ജനങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഇവിടെ നൽകുന്നതെന്ന്, നമ്മുടെ ജനാധിപത്യം എന്ത് സുരക്ഷിതത്വമാണ് നൽകുന്നതെന്ന്. എന്തായാലും നല്ല വൻ സമരത്തിലേക്ക് ഉയർന്നു. വീട്ടുകാരുടെ ഈ അവസ്ഥയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോ കണ്ടിട്ട് പറയാനുള്ളത്? അത് കമന്റിൽ കൂടെ എന്തായാലും ഒന്ന് രേഖപ്പെടുത്താൻ മറക്കല്ലേ. നേരത്തെ പറഞ്ഞത്